UDF സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മുൻ മന്ത്രി KB ഗണേഷ് കുമാർ. അരുവിക്കരയിൽ LDF സംഘടിപ്പിക്കുന്ന കുടുംബയോഗങ്ങളിലാണ് ഉമ്മൻചാണ്ടിക്കും KM മാണിക്കും അടക്കമുള്ള മന്ത്രിമാർക്കെതിരെ ഗണേഷ് കുമാർ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അരുവിക്കര മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ LDF സംഘടിപ്പിക്കുന്ന കുടുംബയോഗങ്ങളിലാണ് വോട്ടർമാരെ ആവേശത്തിലാക്കി KB ഗണേഷ് കുമാർ പ്രസംഗിച്ചത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും KM മാണി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ഗണേഷ് കുമാർ ഉന്നയിച്ചത്. UDF സർക്കാരിന്റെ അഴിമതികൾ ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞ ഗണേഷ് കുമാർ താൻ കൂടുതൽ സത്യങ്ങൾ വെളിപ്പെടുത്തിയാൽ സർക്കാർ നിലംപൊത്തുമെന്നും വ്യക്തമാക്കി. ഏതെങ്കിലും കോടതിയോ ഒരു അന്വേഷണ സംവിധാനം എന്നെ വിളിച്ചാൽ ഞാൻ സത്യം പറയും. ആ സത്യം പറയുന്നത് അടച്ചിട്ട മുറിയിൽ വിശ്വസനീയമായ ഒരു ജഡ്ജിയുടെ മുമ്പിൽ ഞാൻ സത്യം പറയും. ആ സത്യം കേൾക്കുന്നതോടെ ഇത് തെറിക്കും, ഇത് അല്ലെങ്കിൽ തെറിക്കും. അരുവിക്കരയിൽ നിങ്ങളുടെ തീരുമാനം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിങ്ങൾ തീരുമാനിക്കുകയും വലിയ ഭൂരിപക്ഷത്തോടെ ശ്രീ വിജയകുമാറിനെ വിജയിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ അടിഞ്ഞാട്ടത്തിന് ഒരു അവസാനം ഉണ്ടാക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർക്കും കഴിയുമെന്ന് നമ്മൾ ഓർക്കണം. KM മാണി കോഴവാകുന്ന രീതികൾ ഗണേഷ് കുമാർ അവതരിപ്പിച്ചപ്പോൾ ജനങ്ങൾ നിർത്താത്ത കയ്യടികളോടെയാണ് സ്വീകരിച്ചത്. പാറക്കോറിക്കാരൻ ചെന്നു പറഞ്ഞു, ഞങ്ങളുടെ ടാക്സ് കൂട്ടരുത്, ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പൊ എത്രയോ കോടി, 2, 3, 4 കോടി ചോദിച്ചു. 10 കോടി രൂപ പാറക്കോറിക്കാർ പിരിച്ചുകൊണ്ടെന്ന് മാണി കൊടുത്തതാണ്. ഇത് വാങ്ങി പെട്ടി വെച്ചപ്പോൾ മാണിയുടെ പാർട്ടിക്കാരൻ ഒരാളായ ഇവരെ വിളിച്ചുകൊണ്ട് ചെന്നേ. പക്ഷെ അയാൾക്ക് കോഴിക്കച്ചവടം ഉണ്ടായിരുന്നു. അപ്പൊ മാണിക്കറിയാം ഇയാൾക്ക് കോഴിക്കച്ചവടം ഉണ്ടെന്നുള്ള. വയസ്സായി ചെറിയൊന്നും കേട്ടൂടാ. ബഡ്ജറ്റ് വന്നപ്പോൾ കോറിക്ക് ടാക്സ് ഉണ്ട്, കോഴിക്ക് ടാക്സ് ഇല്ല. അപ്പൊ ഇവര് ചെന്നു, സാറേ ഞങ്ങളെ കോറിയുടെ ടാക്സ് കൂട്ടിക്കളെ, ഞങ്ങൾ 10 കോടി കൊണ്ട് തന്നല്ലോ എന്ന് പറഞ്ഞു. അല്ല, മറ്റേ ജോസല്ലി കൊണ്ടുവന്ന കൂടെ അയാൾക്ക് കോഴിക്കച്ചവടം ഇല്ലയോ, ഞാൻ കോഴിയെന്നാ കേട്ടത്, അതുകൊണ്ടാ കോഴിക്ക് ടാക്സ് കുറച്ചതും കോറിക്ക് കൂട്ടിയെന്ന് പറഞ്ഞു. വരും ദിനങ്ങളിൽ മണ്ഡലത്തിന്റെ മുഴുവൻ കേന്ദ്രങ്ങളിലും ഗണേഷ് കുമാർ പ്രചാരണത്തിനെത്തും. ന്യൂസ് ബ്യൂറോ, അരുവിക്കര.